ഇവിടെ കയറി വരുമ്പോ തന്നെ നല്ല സ്മെല്ല്. ഇവിടെ തന്നെ നല്ലൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് നല്ല സെയിം ഹാളിലത്തെ അതേ കണ്ടിന്യൂഷൻ ആണ് കിച്ചന്റെ ഭാഗത്തും വന്നിട്ടുള്ളത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കുറ്റൂരാണ് കേട്ടോ. നമ്മളുടെ പോറോത്തും HP ബ്രിക്ക് ഉപയോഗിച്ചിട്ട് പണി കഴിഞ്ഞിട്ടുള്ള ഒരു റിനോവേഷൻ വർക്കാണ് ആക്ച്വലി ഇത്. താഴത്തെ നിലയുടെ അതേ അളവിൽ മുകളിൽ വേറൊരു നില, അതൊരു വേറെ വീട് പോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് കിച്ചണും ഹാളും എല്ലാം ഇത് സെപ്പറേറ്റ് ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ താമസിക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് മുകളിൽ താഴെ മിക്സ് ചെയ്തിട്ടല്ല, സെപ്പറേറ്റ് കിച്ചണൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള റെനോവേഷൻ ആണ്. നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. HP ബ്രിക്സ് വിത്തൗട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ആണ്. ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് പുറത്തുനിന്നാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡബിൾ ഡോറാണ് വരുന്നത്. ഇത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടുത്തെ ഒരു ലിവിങ് സ്പേസിലേക്കാണ്, ഒരു സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെ മൊത്തം സ്ലാബ് വാർത്തിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഒരു ഹാപ്പി പ്ലേസ് ആണ്. ഇവിടെ തന്നെ നമുക്ക് ഫാമിലി ഗ്യാതറിങ്സ് ഒക്കെ അകത്ത് പോയിട്ട് വേറെ ചെയറോ അതൊന്നും യൂസ് ചെയ്യാം, വേറെ സെറ്റ് ചെയ്തൊന്നും യൂസ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ തന്നെ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ട് ഈ 4 വശത്തായിട്ടും ഇതുപോലെ വന്നിട്ടുണ്ട്. കയറി വരുമ്പോ തന്നെ നല്ല സ്മെല്ലാട്ടോ. ഇവർക്ക് ഇന്ന് ഹൗസ് വാമിംഗ് ആണ് ഇവിടെ. അപ്പൊ പൂജയൊക്കെ ചെയ്തതിന്റെ നല്ല നല്ല അടിപൊളി മണത്തിലാണ് ഞാൻ നിൽക്കണേ. അപ്പൊ ഈ ഒരു വിഷ്വലുള്ള ആംബിയൻസ് മാത്രമല്ല, ആ ഒരു സ്മെല്ലും മൊത്തത്തിൽ ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ആംബിയൻസ് നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവിടെ നമ്മളുടെ ബ്രിക്കിൻ്റെ ആ ഒരു കൂളിങ് മാത്രമല്ല, ഇവിടുത്തെ റൂഫ് നോക്കുകയാണെങ്കിൽ ഓടാണ്. അത് കഴിഞ്ഞിട്ട് താഴെയും സീലിങ്ങോടും അവർ ഇങ്ങനെ ഡബിൾ സൈഡായിട്ട് ഓടാണ് വിരിച്ചിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലാണ്. കാണാനാണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു തണുപ്പാണെങ്കിലും അങ്ങനത്തെ ഒരു ഫീല് വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ ഈ നെറ്റിപ്പട്ടം കണ്ടില്ലേ, ഈ വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഒരു റിസോർട്ട് സെറ്റ് ചെയ്ത പോലെയുള്ള നല്ല ഭംഗിയുള്ള ഇതുപോലെ കുറെ ഐറ്റംസ് ഒക്കെ ഇവര് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നെ നല്ലൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ ഈ നെറ്റിപ്പട്ടൊക്കെ. അപ്പൊ ഈ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ പിന്നെ ഫ്ലോറിങ് നോക്കുകയാണെങ്കിലും നമ്മളുടെ ആത്തുംകൂടി ടൈൽസിന്റെ ഡിസൈനിലാണ് ഇവിടെ ഫ്ലോറിങ് വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആ ഒരു റിസോർട്ട് ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ ഹോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇപ്പം ഇത് ഇവിടെ ആകെ ഒരു റൂമാണ്. ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരൊറ്റ റൂമാണ്. റൂം, ഹാള്, കിച്ചൺ അങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതും അതേ നോക്കൂ കണ്ടോ, ഇത്രയും സ്പേഷ്യസ് ആണ്, ഇത്രയും വലിയ റൂമാണ്. ഇത് വളരെ ഒരു സൗകര്യമുള്ള കാര്യമല്ലേ. നമ്മൾ മാക്സിമം നമ്പർ ഓഫ് റൂംസ് കൂട്ടാൻ വേണ്ടിയിട്ട് റൂമുകൾ ചെറുതാക്കിയിട്ടൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ, ഇത്രയും ഏരിയയിൽ വരുന്ന വീടുകളൊക്കെ നമ്മൾ സ്വതവേ അങ്ങനെ കാണാറുണ്ടല്ലോ. പക്ഷെ ഇവിടെ അവരത് അത്രയും സ്പേഷ്യസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈവൻ ബെഡ്റൂംസ് ആണെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റർ ചെയ്യാതെ ഇങ്ങനെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. കണ്ടോ, നമ്മളുടെ HP ബ്രിക്ക് ആണ്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യണവരാകുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ് വരും. ഇതിന് പുറമെ നമുക്ക് VP ബ്രിക്ക് ഉണ്ട്, FB ബ്രിക്ക് ഉണ്ട്. VP ബ്രിക്ക് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ലൈൻസാണ് വരിക. വെർട്ടിക്കലി പെർഫറേറ്റഡ് ബ്രിക്സിനെയാണ് ഈ VP എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ലൈൻ വരിക, വെർട്ടിക്കൽ ലൈൻസ്. പിന്നെ FB ബ്രിക്ക് എന്ന് പറയുമ്പോൾ സ്മൂത്ത് ഫിനിഷിംഗ് ആയിട്ടാണ് വരിക. ഇവിടെ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു HP ബ്രിക്കാണ്. ഇങ്ങനത്തെയാണ് അതിൻ്റെ ഗ്രൂവ്സ് വരുന്നത്. പിന്നെ ഇപ്പോൾ വളരെ വലിയ ജനലുകളുമാണ്, UPVC ഉപയോഗിച്ചിട്ടാണ് ജനലുകളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്നും കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. നമുക്കതൊക്കെ ഇപ്പം നമ്മളുടെ വർക്കേഴ്സിനെ വെച്ചാണ് ചെയ്യണമെങ്കിൽ നിങ്ങളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മളത് വർക്കേഴ്സ് സ്ഥിരം ചെയ്യുന്നതാണ്, അവർ ചെയ്തു തരും. ഇനി അതല്ല നിങ്ങളുടെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കും, ഇന്ന മാതിരിയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കണ്ടോ, ഇത് ഇപ്പോൾ ഇവിടെ കട്ടിങ് എന്തായാലും വന്നിട്ടുണ്ടാവില്ല, ഇതിൽ പൈപ്പ് പോയിട്ടുള്ളതല്ലേ. ഈ സ്വിച്ച് ബോർഡ് മാത്രമല്ലേ നമുക്ക് കാണാനുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പൈപ്പ് നമ്മൾ ബ്രിക്ക് ലേയിങ്ങിൻ്റെ സമയത്ത് തന്നെ പൈപ്പെല്ലാം ഇട്ടുപോകും. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വർക്ക് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ ഇതിന് ശേഷം കുത്തിപ്പൊളിച്ച് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗികേട് വരില്ലേ, നമ്മൾ തേക്കാതെ ഫിനിഷ് ചെയ്യുമ്പോൾ ഇവിടെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വൃത്തികേടാവില്ലേ. അങ്ങനത്തെ പണികൾ കുറയ്ക്കാനും പറ്റും, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിർത്താനും പറ്റും. അപ്പം ഇത് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ ഇലക്ട്രീഷ്യന് വന്നിട്ട് വയറ് വലിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കൺസീൽഡ് ആയിട്ടുള്ള വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മറ്റു പല വീഡിയോസിലും ഇത് വർക്ക് നടക്കുന്ന സമയത്തെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് അത് കാണാം. പിന്നെ ഈ ഹാളിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കിച്ചണാണ്. കിച്ചണിലാണെങ്കിലും ഫ്ലോറിങ് ആ സെയിം ഹാളിലത്തെ അതേ കണ്ടിന്യൂഷൻ ആണ് കിച്ചണിന്റെ ഭാഗത്തും വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഈ കൗണ്ടർ ടോപ്പ് ഒക്കെ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഓപ്പൺ ആയിട്ട്
നല്ല കാറ്റും വെളിച്ചമൊക്കെ നന്നായി കടക്കുന്ന പോലെയാണ്. പിന്നെ ഈ സൈഡിൽ ജാളിയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നാണെങ്കിലും നാച്ചുറൽ ലൈറ്റും എയറൊക്കെ നന്നായി പാസ് ചെയ്ത് പോണ പോലെയാണ്. മൊത്തത്തിൽ ഓപ്പണിങ്സ് ഒക്കെ നന്നായി ഇട്ടിട്ടാണ് ഈ വീടിന്റെ ഒരു പ്ലാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ജാളി പറഞ്ഞല്ലോ, ഈ ജാളിയുടെ ഈ സൈഡിൽ ഈ കോർണറിലായിട്ട് ഈ കിച്ചണിനോട് ചേർന്ന് ഡൈനിങ് സ്പേസിന്റെ കോർണറിലായിട്ടാണ് ഇവിടെ വാഷിംഗ് മെഷീൻ ഇവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അതാ കണ്ടോ, ഇപ്പൊ എല്ലാവർക്കും നമ്മളുടെ ബ്രിക്കുമ്മേ ഇതുപോലത്തെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണത്. കണ്ടോ, നമുക്ക് പൈപ്പ് കൂടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ കട്ടിംഗ് ഒന്നും കാണാൻ പറ്റില്ല, ഇത് പുറമേ നിന്ന് നേരെ ഫിറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതിവിടെ വെച്ചിട്ടുള്ള ഒരു ഐഡിയയും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനൊക്കെ ഏതെങ്കിലും കോർണറിൽ അല്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ അങ്ങനെയൊക്കെയല്ലേ വെക്കാറ്. ഇതാവുമ്പോൾ ഏറ്റവും ഹാൻഡി, ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെപ്പോഴും വരുന്ന സ്ഥലത്ത് ഇതും അതൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് നടക്കാവുന്ന ഒരു ഫങ്ഷനലി കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്തായിട്ട് ഇവരിവിടെ വാഷിംഗ് മെഷീനും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു വീട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ വീട്ടിൽ പോറോത്തോ ബ്രിക്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാട്ടോ. ബൂസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. വീണബർഗ് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിക്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഞങ്ങൾ തൃശ്ശൂർ ആൻഡ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഈ കമ്പനിയുടെ സ്റ്റോക്കിസ്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡൗട്ടുകൾക്കോ വർക്കുകൾക്കോ ഞങ്ങളെ വിളിക്കാട്ടോ. ഇതിന് പുറമെ റൂഫ് ടൈൽസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന റൂഫ് ടൈൽസും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.